നമസ്കാരം. ഞാൻ ഡോക്ടർ പാർവതി, പെരുമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജനാണ്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞൊരു വർഷത്തിൽ കൂടുതലായി നമ്മൾ കോവിഡ് എന്ന മഹാമാരിക്കെതിരെ പൊരുതിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ രണ്ടാം തരംഗം, കോവിഡിൻ്റെ രണ്ടാം തരംഗം വന്നിട്ടുണ്ട്. അത് അതിശക്തമായ രീതിയിൽ കൂടുതൽ മരണങ്ങൾ ഉണ്ടാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സർക്കാർ നിർദ്ദേശപ്രകാരം രണ്ടാം തവണയും ലോക്ക്ഡൗണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കോവിഡിൻ്റെ ഒന്നാം തരംഗത്തിനെ അപേക്ഷിച്ച് കൂടുതൽ ആളുകൾക്ക്, ഈ രണ്ടാം തരംഗത്തിൽ കൂടുതൽ ആളുകൾക്ക് ശാരീരികമായ പല അസ്വസ്ഥതകളും കാണുന്നുണ്ട്. ഒന്നാം തരംഗത്തിൽ ഈ ഗൃഹനിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന, ഈ ഹോം ഐസൊലേഷനിൽ കഴിഞ്ഞിരുന്ന ഭൂരിഭാഗം ആളുകളും അസിംറ്റമാറ്റിക് ആയിരുന്നു, അതായത് യാതൊരു രോഗലക്ഷണവും ഇല്ലാത്ത ആളുകളായിരുന്നു കൂടുതലും. എന്നാൽ രണ്ടാം തരംഗത്തിൽ കൂടുതൽ ആളുകൾക്കും എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളോ രോഗലക്ഷണങ്ങളോ കാണിക്കുന്നുണ്ട്. പിന്നെ ഒന്നാം തരംഗത്തിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ പുതിയ ലക്ഷണങ്ങൾ രണ്ടാം തരംഗത്തിൽ കാണുന്നുമുണ്ട്. അപ്പോൾ ഈ കോവിഡിനെ സംബന്ധിച്ചും അതുപോലെ വാക്സിനേഷനെ പറ്റിയും ടെസ്റ്റിനെ പറ്റിയും ഒക്കെ ഒരുപാട് സംശയങ്ങൾ പലരും നേരിട്ടും ഫോൺ ചെയ്തും മെസ്സേജ് അയച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം മാക്സിമം ഞാൻ ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ വിചാരിക്കുന്നത് ഈ വീഡിയോയിലൂടെ. ഒന്ന്, കോവിഡ് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം. രണ്ടാമത്, കോവിഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം. അപ്പോൾ ഒന്നാമത്തേത്, കോവിഡ് വരാതിരിക്കാൻ, കോവിഡിനെതിരെ എങ്ങനെ പ്രതിരോധം സൃഷ്ടിക്കാം, കോവിഡ് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കോവിഡ് തുടങ്ങിയ കാലം മുതലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ പലയിടത്തും പലരും അത് പ്രായോഗികമാക്കാത്തതിൻ്റെ പരിണിത ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗം? വാക്സിനേഷൻ ആണോ? ഒരിക്കലുമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം നമ്മൾ അന്നും ഇന്നും എന്നും ഒരുപോലെ പറയുന്ന SMS തന്നെയാണ്. SMS പറ്റി അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല കേരളത്തിൽ. പക്ഷെ അത് പ്രായോഗികമാക്കുന്ന ഒരു ആളുകളുടെ എണ്ണത്തിലാണ് പ്രശ്നം. ഇപ്പോഴും നമ്മൾ ടി വിയിൽ കാണുന്നുണ്ട്, മാസ്ക് ധരിക്കാത്തതിന് പിഴ ഈടാക്കി, അനാവശ്യമായി പുറത്തു പോയതിന് പോലീസ് കേസെടുത്തു എന്നൊക്കെ. അതൊക്കെ ചെയ്യുന്നവർ ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണോ, ഇതിനെപ്പറ്റി അറിവില്ലായ്മയാണോ, അതോ നമുക്കൊന്നും കൊറോണ വരില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമാണോ എന്നറിയില്ല. പക്ഷെ വാക്സിൻ എടുക്കാൻ എല്ലാവർക്കും ഭയങ്കര ധൃതിയാണ്. വാക്സിനേഷൻ സെൻറ്ററിൽ വാക്സിന് വേണ്ടിയിട്ട് തിക്കും തിരക്കും ബഹളമൊക്കെ കൂട്ടുന്നു. അങ്ങനെ ഒരു കോവിഡ് വ്യാപന കേന്ദ്രമായിട്ടത് മാറുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞത് എന്താ, SMS ആണ്. അപ്പോൾ SMS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SMS, S എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ്, M മാസ്കിങ്, പിന്നെ അവസാനത്തെ S സാനിറ്റൈസിങ്. അപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമൂഹ്യ അകലം പാലിക്കുക, മാസ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കുക, സാനിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൈകൾ സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് ഞാൻ പറയുന്നത്, മൂന്നും പ്രധാനപ്പെട്ടതാണ്, എസും എമ്മും എസും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് മാസ്കിങ് തന്നെയാണ്. മാസ്ക്, ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കുക എന്നുള്ളത്, ശരിയായ രീതിയിൽ എന്നുള്ളത് അടിവരയിട്ട് തന്നെ പറയണം, ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കുക എന്നുള്ളത്. കാരണം പലരും മാസ്ക് ധരിക്കുന്നുണ്ട് പോലീസിനെ പേടിച്ചോ, അല്ലെങ്കിൽ ബാക്കി എല്ലാവരും ധരിക്കുന്നത് കൊണ്ട് ധരിക്കുന്നുണ്ട്. ഇതൊരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട്. ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള മാസ്ക് ഇപ്പോൾ നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. മാസ്ക് വിൽപ്പന ഒരു നല്ലൊരു ബിസിനസ്സായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മാസ്ക് എല്ലാവരും വെക്കുന്നുണ്ട്, പക്ഷെ അത് വെക്കുന്ന രീതിക്കാണ് പ്രശ്നം. അപ്പോൾ ഡബിൾ മാസ്കിങ് വെക്കണം എന്നിപ്പോൾ പറയുന്നുണ്ട്, അത് നിർബന്ധമാണ്. ഡബിൾ മാസ്കിങ് നിർബന്ധമാണ്, അതിലൊരു വിട്ടുവീഴ്ചയില്ല. അത് ഉള്ളിൽ നമ്മൾ സർജിക്കൽ മാസ്കും പുറത്ത് നമ്മൾ തുണി മാസ്കുമാണ് വെക്കേണ്ടത്. അത് എങ്ങനെ വെക്കണമെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സർജിക്കൽ മാസ്ക് എന്ന് പറയുന്നത്. ഇത് വള്ളി ഉള്ള ടൈപ്പാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. ഇത് കൂടാതെ രണ്ട് സ്ഥലത്തും ഈ ചെവിയിൽ കയറ്റി വെക്കാൻ പറ്റുന്ന ടൈപ്പാണ് സാധാരണ കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ കുറച്ചൊരു നീല കളറും, ഇപ്പുറത്ത് നോക്കിയാൽ അത്ര നീലയില്ല, കുറച്ചൊരു വെള്ള കളറുമാണ് ഈ ഒരു സർജിക്കൽ മാസ്കിനുള്ളത്. അപ്പോൾ ഈ ഒരു നീല ഭാഗം, ഏറ്റവും നീലയായിട്ടുള്ള ഭാഗമാണ് നമ്മൾ പുറത്തേക്ക് വരുന്നുണ്ട്, ഇങ്ങനെയാണ് നമ്മൾ വെക്കേണ്ടത്. അതിൽ തന്നെ ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗം തൊട്ട് നോക്കി അറിയാം, കുറച്ച് കട്ടിയുണ്ട്, ഒരു വടി പോലത്തെ ഒരു സാധനമുണ്ട്. ഈ ഒരു ഭാഗമാണ് മുകളിൽ വരേണ്ടത്, ഈ ഭാഗം താഴെ. ഇനി നമ്മൾ വെക്കേണ്ടത് മൂക്കിനോട് ചേർത്ത് ഇങ്ങനെ വെച്ച് ചെവിയിൽ കയറ്റി വെക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ കെട്ടുന്നതായതുകൊണ്ട് ഞാനൊന്ന് കെട്ടുന്നുണ്ട്. അതുപോലെ ഇതും മറ്റേതാണെങ്കിൽ നമുക്ക് ചെവിയിൽ ജസ്റ്റ് വെച്ചാൽ മതി.
അതിനുശേഷം ഈ മൂക്കിൻ്റെ ഈ ഒരു കട്ടിയുള്ള ഭാഗം നന്നായി പ്രസ് ചെയ്ത് ഇവിടെ ഒരു ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ പ്രസ് ചെയ്ത് വെക്കണം. ഇതുപോലെ ഈ കെട്ടുന്നതായതുകൊണ്ട് ഇത് ഓൾറെഡി ഇങ്ങനെ നിൽക്കും. മറ്റേതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇവിടുന്ന് വലിച്ച് ഈ ഒരു ഭാഗം മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ സർജിക്കൽ മാസ്ക് വെക്കേണ്ടത്. അതിന് പുറത്ത് ഒരു തുണി മാസ്ക്, ഇതിലും കുറച്ചുകൂടെ വലിപ്പമുള്ള തുണി മാസ്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഈ ഒരു തുണി മാസ്കും നമ്മൾ ഇതിന് മുകളിൽ കറക്റ്റായിട്ട് വെക്കുക. ഇതായിരിക്കണം, ഇത് കുറച്ച് ലൂസാണ്, കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള തുണി മാസ്ക്. അതും നിറച്ച് കട്ടിയുള്ള തുണി മാസ്ക് ആണ് നമ്മൾ വെക്കേണ്ടത്. തിന്നായിട്ടുള്ള തുണി മാസ്ക്, ഈ ഭാഗത്ത് നോക്കിയാൽ ആ ഭാഗം കാണാൻ പറ്റുന്ന തുണി മാസ്ക് ഒരിക്കലും വെക്കരുത്. കുറച്ച് കട്ടിയുള്ള തുണി മാസ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ തുന്നിയ തുണി മാസ്ക് ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഇങ്ങനെയായിരിക്കണം നമ്മൾ മാസ്ക് വെക്കേണ്ടത്. കാരണം കോവിഡ് പകരുന്നത് ഈ ഒരു ഭാഗത്തു കൂടെ മാത്രമാണ്. അതായത് മൂക്കിൽ നിന്നും വായിൽ നിന്നും വരുന്ന റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ്, അതായത് കണങ്ങൾ, ചെറിയ കണങ്ങൾ തെറിച്ചിട്ടാണ്, അത് വേറൊരാളുടെ മൂക്കിലോ വായിലൂടെ കീറിയിട്ടാണ് നമുക്ക് ഈ കോവിഡ് എന്ന് പറഞ്ഞ അസുഖം വരുന്നത്. അപ്പോൾ കറക്റ്റായ രീതിയിൽ മാസ്ക് ധരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കോവിഡ് എന്നുള്ളൊരു അസുഖത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. ഇനി പിന്നെ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഈ മാസ്കിൻ്റെ ഈ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് തൊട്ടുകൊണ്ടിരിക്കുക, ഇങ്ങനെ ആക്കുക, ഇതിങ്ങനെ ആക്കുക. പ്രത്യേകിച്ച് ഒ പിയിൽ വരുന്ന രോഗികൾ അവരുടെ അസുഖം പറയുമ്പോൾ ഒരു 100 പ്രാവശ്യം ഇവിടെ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കും. അതൊരിക്കലും ചെയ്യരുത്. കാരണം ഇതിൻ്റെ പുറം ഭാഗത്താണ് വൈറസ് പറ്റിപ്പിടിച്ചാലും ബാക്കി രോഗാണുക്കളൊക്കെ ഇരിക്കുന്നുണ്ടാവുക. അപ്പം നമ്മൾ ആ ഭാഗത്ത് തൊടുമ്പോൾ എന്താ ഉണ്ടാവുക, ആ അണുക്കൾ നമ്മളുടെ കയ്യിൽ പറ്റും. അത് നമ്മളറിയാതെ വായിലോ മൂക്കിലോ തൊടുകയാണെങ്കിൽ വൈറസിന് എളുപ്പത്തിൽ നമ്മുടെ ശരീരത്തിൽ കയറിയിട്ട് അസുഖം ഉണ്ടാക്കാം. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത്. ഒരു കാരണവശാലും നമ്മൾ ഈ ഒരു ഭാഗത്ത് കൈകൊണ്ട് തൊടരുത്. പിന്നൊരു കാര്യം ചെയ്യുന്നതാണ്, സംസാരിക്കുമ്പോൾ നേരെ താഴ്ത്തിയിട്ട് സംസാരിക്കുക. അതും ഒരിക്കലും ചെയ്യരുത്. കാരണം സംസാരിക്കുമ്പോഴും തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ആ സമയത്ത് ആണ് ഏറ്റവും കൂടുതൽ ഈ കണങ്ങൾ പുറത്തേക്ക് തെറിക്കാനുള്ള ചാൻസ്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ കോവിഡ് വ്യാപിക്കാനുള്ള ചാൻസ്. അപ്പോൾ ഒരു കാരണവശാലും സംസാരിക്കുമ്പോഴോ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ നമ്മൾ ഈ മാസ്ക് താഴ്ത്താൻ പാടുള്ളതല്ല, ഒരിക്കലും താഴ്ത്താൻ പാടുള്ളതല്ല. ചിലർ പറയും ഇതിട്ടിട്ട് ശ്വാസം മുട്ടുന്നു എന്നൊക്കെ. അതൊക്കെ നമുക്കിത് ശീലമല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ശീലമായി കഴിഞ്ഞാൽ ശരിയാവും. ഇനി ഓൾറെഡി ശ്വാസം മുട്ടുള്ളവർക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അവർ ഒരു കാരണവശാലും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഈ മാസ്ക് താഴ്ത്തരുത്. അത്രയും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത്, ഒഴിഞ്ഞൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയിട്ട് വേണമെങ്കിൽ കുറച്ചൊന്ന് മാസ്ക് താഴ്ത്തിയിട്ട് ശ്വാസം എടുക്കാം. അല്ലാതെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒരിക്കലും മാസ്ക് താഴ്ത്തി ശ്വാസം വലിക്കരുത്. ഇനി ഇത് എത്ര നേരം വെക്കാം എന്നുള്ളത്. നമ്മൾ സാധാരണ മാസ്ക് മാക്സിമം 6 മുതൽ 8 മണിക്കൂർ വരെ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ അതിന് മുന്നേ അതിൽ അഴുക്കായി അല്ലെങ്കിൽ അത് നനഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ മാറ്റണം. ഇത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് പലരും. ഈ സർജിക്കൽ മാസ്ക് ഒരിക്കലും നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല. ഇതൊരു പ്രാവശ്യം ഉപയോഗിക്കാനുള്ള സാധനമാണ്. പക്ഷെ തുണി മാസ്ക് ആണെങ്കിൽ നമുക്ക് നല്ല സോപ്പ് വെള്ളത്തിൽ കഴുകി ഉണക്കി വീണ്ടും ഉപയോഗിക്കാം. ഇനി ഇത് ഊരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇതിങ്ങനെ പിടിച്ച് ഊരിക്കഴിഞ്ഞാൽ വീണ്ടും വൈറസ് നമ്മുടെ കയ്യിലാവും. എങ്ങനെയാണ് ഊരേണ്ടത്? ചെവിയിൽ നിന്നാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പിടിച്ച് ഇങ്ങനെ ഊരാം. ഇതിപ്പോൾ ഇതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ ഭാഗത്ത് പിടിച്ചിട്ട് വേണം ഇത് ഊരാൻ. ഒരിക്കലും ഇതിൻ്റെ ഈ ഒരു പുറം ഭാഗത്ത് തൊടാൻ പാടില്ല. ഇനി കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒറ്റ വലിച്ചെറിയലാണ്. റോഡിലേക്കോ വഴിയിലേക്കോ അതങ്ങോട്ട് വലിച്ചെറിയും. അത് നിങ്ങൾ ചെയ്യുന്നത് ബാക്കിയുള്ളവർക്ക് അസുഖം കൊടുക്കുന്നത് മാത്രമല്ല പരിസ്ഥിതിക്കും അത് പ്രതികൂലമായിട്ട് ബാധിക്കും. ഈ കൊറോണയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരിടാൻ പോകുന്ന വലിയൊരു വെല്ലുവിളി ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും ഇത് അലക്ഷ്യമായിട്ട് വലിച്ചെറിയരുത്. ഇത് ശരിയായ രീതിയിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ വൈറസൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ടായി. ഇതാണ് നമ്മൾ സേഫ് അല്ലാത്തൊരു ഭാഗം എന്ന് പറയാം. ഈ അകത്ത ഭാഗം നമുക്ക് തുടർന്നുകൊണ്ട് കുഴപ്പമില്ലാതെ നമ്മുടെ ശരീരത്തിനോട് ചേർന്നിട്ടാണ് ഇരുന്നിരുന്നത്. അപ്പോൾ ഈ ഭാഗം ഒരിക്കലും നമ്മൾ തുടരുത്. അപ്പം നമ്മൾ ഇത് വെക്കേണ്ടത് നിലത്താണ് വെക്കേണ്ടത്. ഞാനിപ്പോൾ പൊന്തിച്ച് പിടിച്ച് കാണിച്ചു തരാം. അതായത് ഈ പുറം ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ എവിടെയെങ്കിലും വെക്കുക. അപ്പോൾ അടിഭാഗം കുഴപ്പമില്ല, അത് എവിടെ തട്ടിയാലും കുഴപ്പമില്ല. എന്നിട്ട് ഈ ഒരു പുറം ഭാഗത്തിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ മടക്കുക ഉള്ളിലേക്ക്. മനസ്സിലായോ? ഇപ്പോൾ ഈ അകംഭാഗത്തിൻ്റെ സൈഡ് ഉള്ളിലേക്ക് വന്നു. ഇവിടെ നമുക്ക് പിടിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഈ ഭാഗത്തുനിന്ന് അകത്തേക്ക് മടക്കാം. അപ്പോൾ ഇവിടെയും നമുക്ക് പിടിക്കാം.
പിന്നെയും മടക്കുക, പിന്നെയും മടക്കുക. അങ്ങനെ ചുരുട്ടി 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 നമ്മളത് ഇങ്ങനെയാക്കുക, നീളത്തിലാക്കുക. ഇനി വീണ്ടും ഉള്ളിലേക്ക് മടക്കുക. അങ്ങനെ ഒരു ബോൾ പോലെ ആക്കിയിട്ട് ഇതിൻ്റെ കൂടെയുള്ള വള്ളി, മറ്റേതിനാണെങ്കിലും ഒരു റിങ് പോലത്തെ ഒരു വള്ളി ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ കൂടെ കെട്ടി അങ്ങനെ നമുക്കൊരു ബോൾ പോലെ ആക്കിയിട്ട് ഈ ബോൾ നമ്മളൊരു പ്ലാസ്റ്റിക് കവറിൽ, ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലിട്ടിട്ട് നന്നായി സീൽ ചെയ്തിട്ട്, ഏതെങ്കിലും പ്ലാസ്റ്റിക് കവർ മതി. ഞാനിപ്പോൾ ഒരു സിപ്പ് ലോക്ക് എടുത്തു എന്നേ ഉള്ളൂ, പക്ഷേ സിപ്പ് ലോക്ക് തന്നെ വേണമെന്നില്ല. സാധാരണ പ്ലാസ്റ്റിക് കവറിൽ നന്നായി പൊതിഞ്ഞ് വെച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു ബാസ്ക്കറ്റോ എന്തെങ്കിലും അതിലിടുക. വേറെ വേസ്റ്റുകളുടെ കൂടുതൽ ഒരിക്കലും ഇടരുത്. ഇത് അവസാനം നമുക്ക് ഇതിന് മെഡിക്കൽ വേസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുക. ഈ മെഡിക്കൽ വേസ്റ്റ് കളക്ട് ചെയ്യാൻ കുറേ സ്ഥലങ്ങൾ, പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ മെഡിക്കൽ വേസ്റ്റ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടത് മാറ്റി വയ്ക്കാം. ഒരിക്കലും അലക്ഷ്യമായിട്ട് ഈ മാസ്ക് വലിച്ച് എറിയരുത്. അപ്പോൾ N95 മാസ്ക് വെക്കണമെന്ന് പലർക്കും ഡൗട്ടുണ്ട്. N95 ആണ് ഏറ്റവും പ്രൊട്ടക്ഷൻ തരുന്നത്. പക്ഷെ അത് രോഗികളുമായിട്ട് കൂടുതൽ കോണ്ടാക്റ്റ് ഉള്ളവർ, ഡോക്ടേഴ്സ്, അതുപോലെ ക്ലോസ് ആയിട്ട് കോണ്ടാക്റ്റ് ഉള്ളവർ മാത്രം വെച്ചാലും മതി. ബാക്കിയുള്ളവർ ഈ ഡബിൾ മാസ്ക് പക്ഷെ കറക്റ്റായിട്ട് വെച്ചിരിക്കണം. ഇനി കൂടുതലായിട്ട് ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ളവർ, പ്രത്യേകിച്ച് RRTമാർ, ആശമാർ, അവരൊക്കെ N95 വെക്കുന്നതാണ് നല്ലത്. അതിൻ്റെ കൂടെ ഒരു ഫേസ് ഷീൽഡും കൂടെ വെച്ചാൽ കുറച്ചുകൂടെ പ്രൊട്ടക്ഷനാണ്. ഫേസ് ഷീൽഡ് നമുക്ക് കഴുകി വീണ്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മാസ്കിനെ പറ്റി പറഞ്ഞത്. ഇനി അടുത്ത 2 കാര്യങ്ങൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും സാനിറ്റൈസിങ് ആണ്. അതിൽ സാനിറ്റൈസിങ് നിങ്ങൾ എല്ലാവരും നന്നായി ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ സംശയമുള്ളൂ. സാനിറ്റൈസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതുപോലെ സോഷ്യൽ ഡിസ്റ്റൻസിങ് പലപ്പോഴും പല സ്ഥലത്തും കാണുന്നില്ല. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാൻ വരുമ്പോൾ, റേഷൻ കടയിൽ പോകുമ്പോൾ, സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴൊക്കെ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് മറന്നു പോകുന്നുണ്ട്. മലയാളികളുടെ ഒരു സ്വഭാവമാണ് തോളിലൊക്കെ കൈയിട്ട് സംസാരിക്കുക, കൈ പിടിച്ച് സംസാരിക്കുക എന്നുള്ളതൊക്കെ. പക്ഷേ ഈ കൊറോണ കാലത്ത് നിങ്ങൾ അതൊക്കെ ഒഴിവാക്കി മാക്സിമം സാമൂഹ്യ അകലം പാലിച്ച് നിൽക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് SMS എന്നുള്ളതിൽ വരുന്നതിൽ ഏറ്റവും പ്രധാനം മാസ്ക് തന്നെയാണ്. പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും സാനിറ്റൈസേഷനും. അപ്പോൾ ഇനി അടുത്തതാണ് നമ്മൾ രണ്ടാമതായിട്ട് പറയുന്നതാണ് എന്ത്? വാക്സിനേഷൻ. അപ്പോൾ വാക്സിനേഷൻ 2 ടൈപ്പ് ഉണ്ട്. 2 തരം വാക്സിനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്, കോവിഷീൽഡും കോവാക്സിനും. അതിൽ 2 ഡോസാണ് ഓരോന്നിനും കൊടുക്കുന്നത്. ഫസ്റ്റ് ഡോസ് എടുത്തിട്ട് ഒരു നിശ്ചിത ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ഡോസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡോസ് എടുക്കണമെന്ന് ഉള്ള കാര്യത്തിൽ പലർക്കും കൺഫ്യൂഷനാണ്. കാരണം ആദ്യം ഒരു സമയം പറഞ്ഞു, പിന്നെ നമ്മളത് മാറ്റി വേറെ സമയം പറയുന്നു. അപ്പോൾ ലേറ്റസ്റ്റ് ഓർഡർ, ഗവൺമെൻറ് ഓർഡർ പ്രകാരം കോവിഷീൽഡിന് ഫസ്റ്റ് ഡോസ് എടുത്തിട്ട് ഒരു 12 മുതൽ 16 ആഴ്ച കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഡോസ് എടുക്കുന്നത്. അതായത് ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ സെക്കൻഡ് ഡോസ് എടുക്കേണ്ടത്. ഒന്നുകൂടെ പറയാം, കോവിഷീൽഡ് ഫസ്റ്റ് ഡോസ് എടുത്തിട്ട് 12 മുതൽ 16 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ സെക്കൻഡ് ഡോസ് എടുക്കുന്നത്. പക്ഷെ കോവാക്സിന് നമ്മൾ മുമ്പേ പറഞ്ഞ അതേ സമയദൈർഘ്യം തന്നെയാണ്. ഫസ്റ്റ് ഡോസ് എടുത്തു കഴിഞ്ഞിട്ട് 4 മുതൽ 6 ആഴ്ച, അതായത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഡോസ് എടുക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്? പലരും പറയുന്നുണ്ട് വാക്സിൻ ഷോർട്ടേജ് കൊണ്ടാണ് എന്നൊക്കെ. പക്ഷെ വാക്സിൻ ഷോർട്ടേജ് മാത്രമല്ല, ഇതിനൊക്കെ പിന്നിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുണ്ട്, പഠനങ്ങളുണ്ട്. അപ്പോൾ തുടക്കത്തിൽ ഈ കോവിഡ് വാക്സിനേഷൻ തുടങ്ങിയപ്പോൾ മുതലേ, ആ വാക്സിൻ കണ്ടുപിടിച്ച സമയത്ത് തന്നെ ഈ സ്റ്റഡി നിലവിലുണ്ട്. അതായത് ഈ 2 വാക്സിൻ തമ്മിലുള്ള അകലം കുറച്ച് കൂട്ടുന്നതാണ്, ഒരു 3 മാസം ഗ്യാപ്പ് ഇടുന്നതാണ് കൂടുതൽ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുന്നതെന്നാണ് അന്ന് സ്റ്റഡി പറഞ്ഞത്. പക്ഷെ അന്ന് നമ്മുടെ ഒരു നയം എന്നുള്ളത് മാക്സിമം ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. 2 ഡോസും എടുത്തു കഴിഞ്ഞിട്ട് ഒരു 14 ദിവസം കഴിഞ്ഞാലേ നമുക്കൊരു മാക്സിമം 50 മുതൽ 80% ഒരു ഈ വാക്സിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. 100% പ്രൊട്ടക്ഷൻ വാക്സിൻ എന്തായാലും തരില്ല. അപ്പോൾ 50% മുതൽ 80% വരെ പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ 2 ഡോസ് എടുക്കും വേണം. അത് കഴിഞ്ഞിട്ട് ഒരു 14 ദിവസമെങ്കിലും മിനിമം കഴിയണം. അപ്പോൾ അന്നത്തെ നമ്മുടെ നയം എന്ന് വിചാരിച്ചത് മാക്സിമം ആളുകൾ, പ്രത്യേകിച്ചും ഹൈ റിസ്ക് ആയിട്ടുള്ള 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കൊക്കെ മാക്സിമം 2 ഡോസ് കൊടുത്തിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 2 വാക്സിൻ്റെ ഇടയിലുള്ള മിനിമം ഗ്യാപ്പ് 28 ദിവസമാണ്. പക്ഷെ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ഒരു 3 മാസം ഗ്യാപ്പിൽ എടുക്കുമ്പോഴാണ്. അപ്പോൾ മിനിമം ഗ്യാപ്പിൽ മാക്സിമം ആളുകൾക്ക് 2 ഡോസ് കൊടുത്തിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. കാരണം അന്ന് നമുക്ക് അത്യാവശ്യം വാക്സിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു അന്നത്തെ നമ്മുടെ നയം. പക്ഷെ ഇപ്പോഴാണ് ഈ വാക്സിൻ ഷോർട്ടേജ് ഉണ്ട്, അത് സത്യമാണ്.
പക്ഷെ ഇപ്പം നമ്മുടെ നയം എന്നുള്ളത് കൂടുതൽ ആളുകൾക്ക് ഒരു ഡോസെങ്കിലും വാക്സിൻ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ഡോസ് എടുത്താലും കുറച്ചൊരു ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ മാക്സിമം ആളുകൾക്ക് ഒരു ഡോസ് എടുത്താൽ എല്ലാവരും ഒരു കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും വാക്സിനേറ്റ് ചെയ്യുകയാണെങ്കിൽ, എല്ലാവരും കുത്തിവയ്പ്പ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അതായത് ആ ഒരു പ്രദേശത്ത് മൊത്തം ഒരു ഇമ്മ്യൂണിറ്റി വന്നിട്ട് നമുക്ക് രോഗവ്യാപനം തടയാൻ സാധിക്കും. നമ്മൾ പൾസ് പോളിയോ ഒക്കെ കൊടുക്കുന്നില്ല, ഒരു ദിവസം എല്ലാവർക്കും ഒന്നിച്ച് പോളിയോ കൊടുക്കുമ്പോൾ ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റിയാണ് അവിടെ ഉണ്ടാവുന്നത്. അങ്ങനത്തെ രോഗവ്യാപനം തടയും. അപ്പോൾ അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ നയം. അത് കോവിഷീൽഡിന് മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. കോവാക്സിൻ ഇപ്പോഴും 2 ഡോസിൻ്റെ ഇടയിലുള്ളത് 4 to 6 വീക്സ്, അതായത് 4 മുതൽ 6 ആഴ്ചയാണ് പറയുന്നത്. ഭാവിയിൽ മാറ്റം വരുമോന്നും അറിയില്ല. അപ്പോൾ ഇപ്പോൾ പറയുന്നത് കോവിഷീൽഡിൻ്റെ 2 ഡോസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് 12 മുതൽ 16 ആഴ്ച വരെയും, കോവാക്സിൻ്റെ 2 ഡോസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് 4 മുതൽ 6 ആഴ്ചയും വരെയാണ്. ഇനി അടുത്തൊരു ഡൗട്ട് എല്ലാവർക്കും ഉള്ളത്, കോവിഡ് വന്നു കഴിഞ്ഞാൽ എപ്പോൾ വാക്സിനേഷൻ എടുക്കണം എന്നാണ്. കോവിഡ് വന്നു കഴിഞ്ഞാൽ അത് കോവിഷീൽഡ് ആണെങ്കിലും കോവാക്സിൻ ആണെങ്കിലും ഏതാണെങ്കിലും കോവിഡ് വന്ന് മാറി, അതായത് 17 ദിവസം കഴിഞ്ഞിട്ട് മാറിക്കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കോവിഷീൽഡ് ആയാലും കോവാക്സിൻ ആയാലും എടുക്കേണ്ടത്. അത് ഫസ്റ്റ് ഡോസ് ആണെങ്കിലും സെക്കൻഡ് ഡോസ് ആണെങ്കിലും. ചിലർ ഫസ്റ്റ് ഡോസ് എടുത്തിട്ടുണ്ടാവും, കോവിഷീൽഡോ കോവാക്സിനോ ഏതെങ്കിലും എടുത്തിട്ടുണ്ടാവും, അത് കഴിഞ്ഞിട്ടായിരിക്കും കോവിഡ് വന്നത്. പക്ഷെ എന്നാലും നമ്മൾ വീണ്ടും ഫസ്റ്റ് ഡോസ് എടുക്കേണ്ട ആവശ്യമില്ല. 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ ഡോസ് എടുക്കാം. അത് കോവിഷീൽഡ് ആണെങ്കിലും കോവാക്സിൻ ആണെങ്കിലും. ഇപ്പോൾ കോവിഷീൽഡിൻ്റെ ഇപ്പോൾ കോവിഡ് ഇല്ലാത്ത നോർമൽ ആളിന് കോവിഷീൽഡ് എടുക്കുമ്പോഴും നമ്മൾ 3 മാസം കഴിഞ്ഞിട്ട് എടുക്കുന്നുള്ളൂ അല്ലേ. 12 ആഴ്ച എന്ന് പറഞ്ഞാൽ ഏകദേശം 3 മാസമാണ്. അപ്പോൾ കോവിഡ് വന്നാലും അതിൽ വലിയ മാറ്റം വരുന്നില്ല, 3 ആഴ്ച കഴിഞ്ഞിട്ട് എടുക്കാം. പക്ഷെ കോവാക്സിൻ കോവിഡ് ഇല്ലാത്ത ആളിന് നമ്മൾ എപ്പോഴാണ് എടുക്കുന്നത്? 1 മാസം കഴിഞ്ഞിട്ട് 4 മുതൽ 6 ആഴ്ച കഴിഞ്ഞിട്ട് എടുക്കും. പക്ഷെ കോവിഡ് വന്നു കഴിഞ്ഞാൽ കോവാക്സിൻ ആണെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട് എടുക്കാൻ പാടുള്ളൂ. കൺഫ്യൂഷൻ ആയോ മൊത്തത്തിൽ? അതായത് കോവിഡ് വന്നു കഴിഞ്ഞാൽ ഏത് വാക്സിൻ ആയാലും 3 മാസം കഴിഞ്ഞിട്ടാണ് എടുക്കാൻ പാടുള്ളൂ, അത്രയേ ഉള്ളൂ. പിന്നുള്ളൊരു ഡൗട്ട്, കോവിഡ് ഉള്ള അതായത് അറിയാതെ കോവിഡ് ഉണ്ടായിരുന്നു പക്ഷെ അറിയാതെ വാക്സിൻ എടുത്തു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. പ്രശ്നമൊന്നുമില്ല, അങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ സാധാരണ കോവിഡ് ഇല്ലാത്ത ഒരാളിന് കിട്ടുന്ന അത്ര പ്രൊട്ടക്ഷൻ ചിലപ്പോൾ കോവിഡ് വന്ന രോഗിക്ക് കോവിഡ് ഉള്ള സമയത്ത് വാക്സിൻ എടുത്താൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അത്രയധികം ഒരു പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെയുള്ളത് മുലയൂട്ടുന്ന അമ്മമാർക്കും ഗർഭിണികൾക്കും വാക്സിൻ എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത് അവർക്ക് എടുക്കാൻ പറ്റില്ല എന്നാണ്. പക്ഷേ പുതിയ പഠനങ്ങൾ പറയുന്നത് കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ എന്തായാലും മുലയൂട്ടുന്ന അമ്മമാരും ഗർഭിണികൾ എടുക്കണം എന്നാണ് പറയുന്നത്. കാരണം കോവിഡ് വന്നിട്ട് കുറേ അമ്മമാർ മരിക്കുന്നുണ്ട്, അതുപോലെ കുട്ടികൾ നഷ്ടമാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ പറയുന്നത് ഓർഡർ വന്നിട്ടുള്ളത് മുലയൂട്ടുന്ന അമ്മമാർക്ക് വാക്സിനേഷൻ എടുക്കാമെന്നാണ്. ഗർഭിണികളുടെ കാര്യം താമസിയാതെ വരുമെന്ന് വിചാരിക്കുന്നു. ഇനി കുറേ മരുന്നുകൾ കഴിക്കുന്നു, ഷുഗറിൻ്റെ, പ്രഷറിൻ്റെ, ഹാർട്ടിൻ്റെ, കിഡ്നിയുടെ, തൈറോയിഡിൻ്റെ, അങ്ങനെ കുറേ മരുന്നുകൾ കഴിക്കുന്നവർക്ക് എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അവരൊക്കെ എന്തായാലും എടുക്കണം. കാരണം ഇങ്ങനെയുള്ള അസുഖമുള്ളവർക്കാണ് കോവിഡ് വരാൻ ചാൻസും കൂടുതലും മരണം ഉണ്ടാവാനും ചാൻസ്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്തായാലും എടുത്തിരിക്കണം. പക്ഷെ ഇപ്പോഴും ഒ പിയിൽ വരുന്ന കുറേ ആളുകൾ, പ്രത്യേകിച്ച് 60 വയസ്സിന് മുകളിലുള്ളവർ, ഈ അസുഖമൊക്കെ ഉള്ളവർ ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് വാക്സിൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും വിഷമകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഒരു സമയമാകുമ്പോഴേക്കും 60 വയസ്സിന് മുകളിലുള്ള എല്ലാവരും 2 ഡോസ് എടുത്തിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കേണ്ട ഒരു സമയത്താണ് ഇപ്പോഴും ഈ 60 വയസ്സിന് മുകളിലുള്ളവർ ഒറ്റ ഡോസ് പോലും എടുത്തിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു മരുന്ന് കഴിക്കുന്നവരൊക്കെ എന്തായാലും ഏറ്റവും ആദ്യം വാക്സിൻ എടുക്കേണ്ട ആളുകളാണ്. അപ്പോൾ എല്ലാവരും ഒരു ഡോസെങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് ഒരു ഡോസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ വാർഫാരിൻ ഗുളിക കഴിക്കുന്നവർക്ക് മാത്രമാണ് അത്. കോവിഡ് വാക്സിനേഷൻ എടുക്കാൻ പ്രശ്നമൊന്നുമില്ല. അത് വാർഫാരിൻ എന്ന് പറഞ്ഞ ഗുളിക സാധാരണ ഹൃദയത്തിന് മിടിപ്പിന് വ്യത്യാസമുള്ളവർ, ഹാർട്ട് വാൽവിന് ബുദ്ധിമുട്ടുള്ളവർ, അങ്ങനെയുള്ളവരൊക്കെയാണ് വാർഫാരിൻ ഗുളിക കഴിക്കുക. ആ ഗുളിക ക്ലോട്ടിന്, രക്തത്തിന് അലിയിക്കുന്ന ഗുളികയാണ്. അപ്പോൾ അത് കോവിഡ് എന്നല്ല, എന്ത് ഇഞ്ചക്ഷൻ എടുത്താലും ആ ഒരു സ്ഥലത്ത് കുറച്ച് ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വാർഫാരിൻ എടുക്കുമ്പോൾ കോവിഡ് വാക്സിനേഷൻ എടുക്കണ്ടെന്ന് പറയണില്ല. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, ബ്ലീഡിങ് ഒന്നും ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ വാർഫാരിൻ കഴിക്കുന്ന എത്രയോ പേര് ഇപ്പോൾ വാക്സിനേഷൻ എടുത്തിട്ട് ആർക്കും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല.
പിന്നെ എടുക്കാൻ പറ്റാത്തത് ഇതിനു മുമ്പ് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഭയങ്കരമായിട്ടുള്ള അലർജി, വെറുതെ തടിച്ചു പോകുന്ന അലർജി അല്ല, അനാഫൈലാക്സിസ് എന്ന് പറയും, ഭയങ്കര ഗുരുതരമായിട്ടുള്ള ശ്വാസം മുട്ട് അങ്ങനെ വന്നു, ഏതെങ്കിലും മരുന്നുകളോട് ഒക്കെ ഇതുപോലെയുള്ള ഒരു അലർജി കാണിക്കുന്ന, സാധാരണ രീതിയിലുള്ള അലർജി അല്ല, കൂടുതലായിട്ടുള്ള അലർജി കാണിക്കുന്നവർ വാക്സിനേഷൻ എടുക്കേണ്ടെന്നാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കോവിഡ് ഇങ്ങനെ വ്യാപിക്കുന്നൊരു കാലഘട്ടത്തിൽ അവരും വാക്സിനേഷൻ എടുക്കുന്നതാണ് നല്ലത്. ഒരു ഹയർ സെൻറ്ററിൽ പോയിട്ട്, സാധാരണ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലല്ലാതെ ഒരു മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ട് മോണിറ്റർ ചെയ്തിട്ട് അവർക്കും വാക്സിനേഷൻ എടുക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ പിന്നെ 18 മുതൽ 44 വയസ്സുള്ളവരുടെ വാക്സിനേഷനെ പറ്റി കുറേ ഡൗട്ട് ഉണ്ട്. അതിപ്പോൾ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ വാക്സിനേഷൻ തുടങ്ങിയിട്ടില്ല. അതിൽ തന്നെ 18 വയസ്സ് മുതലുള്ളവരിൽ കോമോർബിഡിറ്റീസ് ഉള്ളവർ, ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ്, അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ബസ് കണ്ടക്ടേഴ്സ്, റേഷൻ കടക്കാർ, KSEB, ഓക്സിജൻ വിതരണം ചെയ്യുന്ന ആളുകൾ, അങ്ങനെ കുറേ ഒരു ലിസ്റ്റ് ഉണ്ട്. പിന്നെ പേഷ്യൻറ്റുമായിട്ട് അടുത്ത് ഇടപഴകുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ളവർ അതിനൊരു തെളിവ്, അതിൻ്റെ ഒരു എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ കോമോർബിഡിറ്റി, ഷുഗർ, പ്രഷർ, ഹാർട്ട്, അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്, എന്തൊക്കെ കോമോർബിഡിറ്റി ആണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ അതിൻ്റെ ഒരു കോമോർബിഡിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് വാക്സിൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ആഴ്ചയിൽ തന്നെ ആ ഒരു വാക്സിനേഷൻ തുടങ്ങുമെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ ഉള്ളത്, കോവിഡ് വന്ന് മാറിയിട്ട് പ്രഗ്നൻ്റ് ആയാൽ ബുദ്ധിമുട്ടുണ്ടോ, എപ്പോഴാണ് നമുക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റും, എപ്പോൾ നമുക്ക് പ്രഗ്നൻസി പ്ലാൻ ചെയ്യാമെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ കോവിഡ് വന്നു കഴിഞ്ഞിട്ട് ഒരു 3 മാസം ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഹെൽത്തൊക്കെ ഒന്ന് ശരിയാൻ വേണ്ടി ഒരു 3 മാസം ഗ്യാപ്പ് കൊടുത്തിട്ട് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതാണ് നല്ലത്. അത് ഏതൊരു സിവിയർ വൈറൽ ഇൻഫെക്ഷൻ, എന്തൊരു നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു വൈറൽ അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു 3 മാസം ഗ്യാപ്പ് നമ്മൾ പറയും. പിന്നെ ചിക്കൻ ബോക്സ് അങ്ങനെ തുടങ്ങിയ കുറച്ച് വൈറസ് ഇൻഫെക്ഷനൊക്കെ കുട്ടീനെയും ബാധിക്കും, കുട്ടിക്ക് പല പ്രശ്നങ്ങൾ, വൈകല്യങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഒരു 3 മാസം ഗ്യാപ്പ് മിനിമം നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇൻ കേസ് അറിയാതെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിപ്പോയി, കോവിഡ് വന്ന് മാറിയിട്ട് പ്രഗ്നൻ്റ് ആയാൽ ഒരു പ്രശ്നമില്ല, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കുക. ടെൻഷൻ അടിച്ചിട്ടാണ് കൂടുതൽ പ്രശ്നങ്ങൾ, അത് കുട്ടീനെയും ബാധിക്കും, അമ്മയെയും ബാധിക്കും, ആ പ്രഗ്നൻസിനെയും ബാധിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ ടെൻഷൻ അടിക്കാതെ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, കറക്റ്റായിട്ട് ഉറങ്ങുക, ഡോക്ടറുടെ ഉപദേശത്തിനനുസരിച്ച് പ്രഗ്നൻസിയിൽ കഴിക്കുന്ന ഗുളികകൾ കഴിക്കുകയും ചെയ്യാം. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ കുറേ ഒരു ഡൗട്ട് ഉള്ളത്, നമ്മൾ നായ കടിച്ചാലും പൂച്ച കടിച്ചാലും ഒക്കെ എടുക്കുന്ന ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, ഈ പേപ്പട്ടി വിഷബാധ തടയാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ, IDRV എന്ന് പറയും. അത് എടുക്കുമ്പോൾ വാക്സിൻ എടുക്കാൻ പാടുമോ, TT എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വാക്സിൻ എടുക്കാൻ പാടുമോ എന്നൊക്കെ ഡൗട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ 2 ഇഞ്ചക്ഷൻ തമ്മിലൊരു 14 ദിവസം ഗ്യാപ്പ് പറയുന്നുണ്ട്. കാരണം ഇതൊരു പുതിയ വാക്സിനാണ്, നമുക്കറിയില്ല എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അപ്പോൾ IDRV എന്ന് പറയുന്നത് ഒരു നമ്മൾ സാധാരണ പേപ്പട്ടി വിഷബാധയ്ക്ക് 4 ദിവസം പോയിട്ടാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അപ്പോൾ അതെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ കോവിഡ് വാക്സിൻ എടുക്കേണ്ട, ഒരു 14 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കോവിഡ് വാക്സിൻ എടുത്താൽ മതി. അതുപോലെ TT ആണെങ്കിലും 14 ദിവസം കഴിഞ്ഞിട്ട് കോവിഡ് വാക്സിൻ എടുത്താൽ മതി. പക്ഷെ തിരിച്ചാണെങ്കിൽ കോവിഡ് വാക്സിൻ എന്തെടുത്തു, പക്ഷെ നാളെ ഒരു പട്ടി കടിച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ 14 ദിവസം വെയിറ്റ് ചെയ്യരുത്. കാരണം അത് അപ്പം നമ്മൾ എടുക്കേണ്ട ഒരു എമർജൻസിയാണ്. IDRV അപ്പം തന്നെ എടുക്കണം, അതിനുള്ള ഇഞ്ചക്ഷൻ എടുക്കണം. കാരണം പേപ്പട്ടി വിഷബാധ വന്നു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ചൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ല. അപ്പോൾ അതിനെ തടയണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തേ പറ്റൂ. അപ്പോൾ കോവിഡ് വാക്സിൻ എന്തെടുത്തു എന്ന് വിചാരിച്ചിട്ട് പേപ്പട്ടി വിഷബാധയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുക്കാതിരിക്കരുത്. അതുപോലെ TT, ഭയങ്കര ഒരു മേജർ ആക്സിഡൻറ്റ് ഉണ്ടായി, കോവിഡ് വാക്സിൻ എടുത്ത് പിറ്റേ ദിവസം അങ്ങനെ ആകെ ഒരു വലിയൊരു റോഡ് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ TT എന്തായാലും എടുത്തിരിക്കണം. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രതിരോധ മാർഗങ്ങളെ പറ്റി പറയാനുള്ളത്. ഒന്ന് SMS, ഏറ്റവും പ്രധാനം SMS, പിന്നെ വാക്സിനേഷൻ. അപ്പോൾ ഇനി അടുത്തത് പറയാനുള്ളത് കോവിഡ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു പുതിയ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് സെക്കൻഡ് വേവിൽ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ മുമ്പത്തെ പോലത്തെ 1ാം തരംഗത്തിലുള്ള പനി, ചുമ, ജലദോഷം, ശ്വാസം മുട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ വയറിളക്കം, ഛർദി, ചെങ്കണ്ണ്, മേല് മുഴുവൻ തടിച്ചു പൊന്തുക, ശക്തിയായിട്ടുള്ള തലവേദന, മേലുവേദന, ഇതൊക്കെ പുതിയ തരംഗത്തിൽ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ ഉറക്കമില്ലായ്മ കുറേ പേര് കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. അത് കോവിഡ് മൂലമുള്ള സ്ട്രെസ് മൂലമാണോ അതോ കോവിഡിൻ്റെ ഒരു രോഗലക്ഷണമാണോ എന്നുള്ളത് അറിയില്ല. പക്ഷെ കുറേ പേര് ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. തൊണ്ട വരൽ, അങ്ങനെ കുറേ പുതിയ ബുദ്ധിമുട്ടുകൾ, രോഗലക്ഷണങ്ങൾ പേഷ്യൻ്റ് പറയുന്നുണ്ട്. അപ്പോൾ
ചെറിയ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാത്തവരൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് ഹോം ഐസൊലേഷനിൽ കഴിയാം. വീട്ടിൽ തന്നെ കഴിയുന്നതാണ് നല്ലത് അങ്ങനെയുള്ള ചെറിയ അസുഖങ്ങളുള്ളവർ. കാരണം വീടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അന്തരീക്ഷം സ്വാഭാവികമായിട്ട് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കും. കാരണം നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ വീട്ടുകാർ നമ്മുടെ അടുത്തുണ്ട്, വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കാം. കാരണം ഇപ്പോൾ ഒരു കോവിഡ് സാഹചര്യത്തിൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ കൂടെ ബൈസ്റ്റാൻഡർ ഒന്നും നിർത്തുന്നില്ല, നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ അത് തന്നെ നമ്മുടെ ഒരു സ്ട്രെസ് ലെവൽ കൂട്ടും. അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാത്തവർ വീട്ടിൽ തന്നെ കഴിയുന്നതാണ് അഭികാമ്യം. പക്ഷെ എന്തെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടുള്ളവർ, ശ്വാസം മുട്ട്, അതുപോലെ തീരെ വയ്യാത്തവർ, അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ ആരോഗ്യ പ്രവർത്തകരെ അറിയിച്ച് നമ്മൾ വേണ്ട രീതിയിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ, അവരുടെ ബുദ്ധിമുട്ടനുസരിച്ച് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ, മെഡിക്കൽ കോളേജ്, അതായത് കോവിഡ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലേക്ക് നമ്മൾ മാറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും എല്ലാവരുടെ അടുത്തുനിന്നും ലഭിക്കും. RRTമാരുണ്ട്, ആശമാരുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. അപ്പോൾ പഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും എല്ലാവിധ സേവനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ഫീൽഡ് സ്റ്റാഫുകളുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും സേവനം, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ വീട്ടിലെത്തിക്കും. അപ്പോൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഏറ്റവും നല്ലത് ചെറിയ ബുദ്ധിമുട്ടുള്ളവർ ഹോം ഐസൊലേഷനിൽ കഴിയുക എന്നുള്ളതാണ്. പിന്നെ ഹോം ഐസൊലേഷന് സൗകര്യമില്ല, വീട്ടിലെ സൗകര്യമില്ല, പക്ഷെ ബുദ്ധിമുട്ടധികം ഇല്ലാത്തവർക്ക് DCC ഉണ്ട്, ഡൊമിസിലിയറി കെയർ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് എല്ലാ പഞ്ചായത്തിലും ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് മാറാം. അപ്പോൾ മാക്സിമം ബുദ്ധിമുട്ടില്ലാത്തവർ വീടുകളിൽ തന്നെ ഹോം ഐസൊലേഷനിൽ കഴിയാം. പിന്നെ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ പലരും ആശമാരോടൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, കൊറോണയ്ക്കുള്ള മരുന്ന് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ, കൊറോണയ്ക്കുള്ള മരുന്ന് വേഗം കൊണ്ടുവരൂ എന്നുള്ളത്. അപ്പോൾ അവരൊന്ന് കൊറോണയുടെ മരുന്ന് എന്താണെന്ന് എനിക്കും കൂടെ പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. കാരണം എൻ്റെ അറിവിൽ കൊറോണയ്ക്കെതിരെ ഒരു മരുന്ന് കണ്ടുപിടിച്ചതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഇവർ മിക്കവാറും ഉദ്ദേശിക്കുന്നത് വിറ്റാമിൻ മരുന്നും പിന്നെ ആൻറ്റിബയോട്ടിക്, അമോക്സിസിലിൻ തുടങ്ങിയ ആൻറ്റിബയോട്ടിക് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത്തരത്തിലുള്ളൊരു മരുന്ന് കൊറോണയ്ക്കെതിരെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നമുക്ക് എല്ലാ പോസിറ്റീവ് രോഗികൾക്കും അത് കൊടുക്കായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ ആരും അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, മരണനിരക്ക് ഇങ്ങനെ കൂടില്ലായിരുന്നു. പക്ഷെ അതല്ലല്ലോ. അപ്പോൾ കൊറോണയ്ക്കെതിരായിട്ടൊരു മരുന്ന് നമുക്കില്ല. പലതും പരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്സിജൻ ഒക്കെ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റ് ആണ്. എന്താണ് അസുഖം? നമ്മളിപ്പോൾ ഹോം ഐസൊലേഷനിൽ ഇരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ പനിക്ക് പാരസ്റ്റമോൾ കൊടുക്കുന്നു, ചുമയ്ക്ക് കച്ചറപ്പ് കൊടുക്കുന്നു, ലൂസ് സ്റ്റൂളിന്, അതായത് വയറിളക്കത്തിന് അതിൻ്റെതായിട്ടുള്ള മരുന്ന് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുമ്പോൾ നമ്മൾ ഓക്സിജൻ കൊടുക്കുന്നു, സ്റ്റിറോയിഡ് ഡ്രഗുകൾ കൊടുക്കുന്നു, കൂടുതൽ ബുദ്ധിമുട്ടുള്ള ആളുകളെ വെന്റിലേറ്ററിലാക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ കൊറോണയ്ക്ക് എതിരായിട്ടുള്ളൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പം നമുക്കറിയാം, എലിപ്പനിക്കെതിരെ ഡോക്സിസൈക്ലിൻ എന്ന് പറഞ്ഞ മരുന്നുണ്ട്, TBക്കെതിരായിട്ട് ഫലപ്രദമായിട്ടുള്ള മരുന്നുണ്ട്, ചിക്കൻ ബോക്സിന് മരുന്നുണ്ട്. പക്ഷെ അതുപോലെ പിന്നെ കുറേ ബാക്ടീരിയൽ അസുഖങ്ങൾക്കൊക്കെ ആൻറ്റിബയോട്ടിക്കുകളുണ്ട്. പക്ഷെ കൊറോണ ഒരു വൈറസ് അസുഖമാണ്, കൊറോണയ്ക്കെതിരെ ഒരു മരുന്നില്ല. കൊറോണ മാത്രമല്ല, കുറേ വൈറൽ ഇൻഫെക്ഷൻ, നമുക്ക് സാധാരണ വരുന്ന ജലദോഷപ്പനി, കൂടുതലും കുട്ടികൾക്കൊക്കെ വരുന്ന ജലദോഷപ്പനിയൊക്കെ വൈറസ് അസുഖങ്ങളാണ്. അപ്പോൾ അതിനൊന്നും നമുക്ക് മരുന്നില്ല. പക്ഷെ അതൊരു സമാധാനപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞൊരു മൂന്നാല് ദിവസം കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി തന്നെ മൂലം ഈ അസുഖങ്ങളൊക്കെ നമുക്കൊരു 3-4 ദിവസം കൊണ്ട് ഭേദമാവാറുണ്ട്. അപ്പോൾ അതാണ്, കൊറോണയ്ക്കെതിരായിട്ടൊരു മരുന്നില്ല, സപ്പോർട്ടീവ് മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ മൾട്ടി വൈറ്റമിൻ കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ശരിയായ രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, അതായത് 3 നേരം നമ്മൾ സമീകൃത ആഹാരം കഴിക്കുകയാണ്, വെള്ളം കുടിക്കുകയാണ് ഒക്കെ ഉണ്ടെങ്കിൽ മൾട്ടി വൈറ്റമിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാ ഭക്ഷണം കിട്ടും. സമീകൃത ആഹാരം എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ, അതായത് അരി, ഗോതമ്പ്, റാഗി തുടങ്ങിയ ധാന്യങ്ങൾ കഴിക്കണം. അതുപോലെ പ്രോട്ടീൻ കിട്ടുന്ന, അതായത് പയറുവർഗ്ഗങ്ങൾ, നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മുട്ട, മത്സ്യം, മാംസം അതൊക്കെ കറി വെച്ച് കഴിക്കാം, പൊരിച്ച് കഴിക്കരുത്. അതുപോലെ വൈറ്റമിൻസ് കിട്ടുന്ന പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക. അത് എല്ലാ 3 നേരവും കഴിക്കാം. ഡയബറ്റിസ്, അതായത് ഷുഗർ ഉള്ളവരാണെങ്കിൽ പഴങ്ങൾ ഒഴിവാക്കാം, കുറച്ച് കഴിച്ചാൽ മതി. പക്ഷെ പച്ചക്കറികൾ ധാരാളമായിട്ട് കഴിക്കുക. ഇതൊക്കെ കറക്റ്റായ രീതിയിൽ കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മൾട്ടി വൈറ്റമിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ കൊറോണയിലൊരു പ്രശ്നമുള്ളത്, ഞാനത് ആ ലക്ഷണത്തിൽ പറയാൻ മറന്നു, മണവും രുചിയും അറിയാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ പലപ്പോഴും ഭക്ഷണം കറക്റ്റായ രീതിയിൽ കഴിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർ മൾട്ടി വൈറ്റമിൻ കഴിക്കാം. പക്ഷെ മൾട്ടി വൈറ്റമിൻ ഒരിക്കലും കൊറോണയ്ക്കെതിരെയുള്ള മരുന്നല്ല. അത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട്, എന്ത് അസുഖം വരുമ്പോഴും നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. അത് കറക്റ്റായിട്ട് വെച്ചാൽ തന്നെ ഒരുവിധം അസുഖങ്ങളൊക്കെ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് മാറും. അപ്പോൾ മൾട്ടി വൈറ്റമിൻ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്നതാണ്. അത് കൊറോണയ്ക്ക് എതിരായിട്ടുള്ളൊരു മരുന്നല്ല. പിന്നെ എന്താണോ അസുഖം എന്നനുസരിച്ച് അതിനനുസരിച്ച് ഡോക്ടർ മരുന്ന് തരും, അത് കറക്റ്റായിട്ട് കഴിക്കുക. അനാവശ്യമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഒരു മരുന്നും കഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം നന്നായി കുടിക്കുക. ഒരു 2.5 മുതൽ 3 ലിറ്റർ മിനിമം
മിനിമം ഒരു 20 ഗ്ലാസ് മിനിമം ഒരു ദിവസം കുടിച്ചിരിക്കണം. വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കുറയരുത്. അത് കൊറോണ പെട്ടെന്ന് മാറാൻ മാത്രമല്ല, കൊറോണ വന്നു കഴിഞ്ഞ് മാറിയിട്ട് പലരും ഇപ്പോൾ പനി മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് വിളിക്കേണ്ടത്. അത് കൊറോണ കൊണ്ടല്ല, വെള്ളം ശരിക്കും കുടിക്കാതെ പലർക്കും മൂത്രപ്പഴുപ്പ്, യൂറിനറി ഇൻഫെക്ഷൻ വരുന്നുണ്ട്. അത് കുറേ കാണുന്നുണ്ട് യൂറിനറി ഇൻഫെക്ഷൻ. അത് പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോൾ വെള്ളം കുടിക്കൽ ഒന്നുകൂടെ കുറയും. അപ്പോൾ വെള്ളം കുടിക്കണത് നിങ്ങൾ കറക്റ്റ് ഒരു 20 ഗ്ലാസ് മിനിമം, 2.5-3 ലിറ്റർ, അതിൽ കൂടുതൽ കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും കുടിക്കാം. പിന്നെ വെള്ളം കുടിക്കാൻ റെസ്ട്രിക്ഷൻ ഉള്ളവരുണ്ടാവും, കിഡ്നിക്ക് സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർ, അവർക്ക് എത്ര വെള്ളം കുടിക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ അതിനനുസരിച്ച് ചെയ്യാം. അല്ലാത്തവർ എത്ര വെള്ളം കുടിക്കാൻ പറ്റുന്നോ അത്രയും വെള്ളം കുടിക്കുക. പിന്നെ നല്ല ഉറക്കം, കറക്റ്റായിട്ട് എല്ലാ ദിവസവും 8 മണിക്കൂർ ഉറങ്ങണം. പക്ഷെ പലപ്പോഴും പലർക്കും ഉറക്കം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ടെൻഷൻ ഉണ്ടാകും ഒരു കാരണം, പിന്നെ കൊറോണയുടെ ലക്ഷണമാണോ എന്ന് അറിയില്ല, കുറേ പേര് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അനാവശ്യ ചിന്തകൾ പലർക്കും ഉണ്ട്. കാരണം കോവിഡ് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചിന്തിച്ച് ടെൻഷൻ കൂട്ടുമ്പോൾ അത് നിങ്ങളുടെ ആരോഗ്യത്തിനെ തന്നെയാണ് ബാധിക്കുക. അപ്പോൾ മാക്സിമം അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഡൈവേർട്ട് ചെയ്തിട്ട് കൂടുതൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. ഇനി എത്ര ചെയ്തിട്ടും ഉറക്കം ശരിയാവുന്നില്ലെങ്കിൽ ഡോക്ടറോട് പറഞ്ഞിട്ട് അതിന് ചെറിയ രീതിയിലുള്ള മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. കാരണം ഉറക്കം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ പലർക്കും ചെറിയ രീതിയിലുള്ള മരുന്ന് കൊടുത്തിട്ട് അവർക്ക് സുഖമായി ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ നമുക്ക് ഈ ടെൻഷൻ കുറയ്ക്കാനുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഈ ഒരു രോഗിയെന്ന് ഇങ്ങനെ വിചാരിച്ച് വീട്ടിലിങ്ങനെ റൂമിലിങ്ങനെ എപ്പോഴും കിടന്ന് ഇരിക്കാതെ എന്തെങ്കിലും നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്യാം. ഡാൻസ് കളിക്കാം, പാട്ട് പാടാം, പാട്ട് കേൾക്കാം, വരയ്ക്കാം, ക്രാഫ്റ്റ് എന്തെങ്കിലും ചെയ്യാം. അതുപോലെ ചെടികൾ വളർത്താം. ചെടികൾ വളർത്താൻ ഇപ്പോൾ മണ്ണും വേണ്ട, മുറ്റം വേണ്ട, ഒന്നും വേണ്ട നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് അല്ലേ. ഇതുപോലെയൊക്കെ കഴിഞ്ഞ ലോക്ക്ഡൗണിൽ ഞാനിവിടെ ഒറ്റയ്ക്കായിരുന്നു, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ സ്ട്രെസ്സിനെ മാറ്റിയിരുന്ന ഇതുപോലെ വെള്ളത്തിലൊക്കെ ചെടികളൊക്കെ വെച്ചത്. ഇതിന് നമുക്കൊന്നും വേണ്ട, സാധാരണ ഒരു പഴയ പ്ലാസ്റ്റിക് ബോട്ടിലും വില കൊടുത്ത് ചെടി വാങ്ങണ്ട, നമ്മുടെ വീട്ടിൽ വളരുന്ന സാധാരണ ചെടികളൊക്കെ നമുക്ക് പരീക്ഷിക്കാം. വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ വേര് വളരുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സ്ട്രെസ് റിലീവറാണ് അതൊക്കെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. പ്രത്യേകിച്ച് ഇതൊന്നും ഞാനൊരു ഡോക്ടർ എന്നുള്ള രീതിയിലല്ല, ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ പറയുകയാണ്. നമ്മൾ സ്ട്രെസ് ഒഴിവാക്കാൻ നമ്മൾ തന്നെ വിചാരിക്കണം. ഈ കോവിഡ് കഴിഞ്ഞിട്ട് അതുപോലെ നമ്മുടെ റൂമൊക്കെ നല്ല നീറ്റായിട്ട് വെക്കുക, ബെഡൊക്കെ കറക്റ്റായിട്ട് വിരിച്ച് വെക്കുക, ഒക്കെ ക്ലീൻ ആക്കി വെക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി വരും. പിന്നെ എന്തെങ്കിലും ഈ കോവിഡ് കഴിഞ്ഞ് നമ്മൾ ഭാവിയിലൊക്കെ ആലോചിക്കുമ്പോൾ ഒരു മോശമായിട്ടുള്ള ഓർമ്മയായിരിക്കരുത്, ഒരു നല്ല ഓർമ്മ എന്തെങ്കിലും, നമ്മളിതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചതോ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്കിഷ്ടമുള്ള എന്തും ക്രിയേറ്റീവായിട്ട് ചെയ്യാം. അതുപോലെ ഒരിക്കലും ജനലുകളൊക്കെ അടച്ചിട്ടിരിക്കരുത്. ജനലൊക്കെ തുറന്ന് വായുസഞ്ചാരമുള്ള റൂമിൽ വേണം നമ്മൾ ഐസൊലേഷനിൽ കഴിയാൻ. ഒരു ജനലിൽ കൂടെ അപ്പുറത്തൊരു ആളെ നോക്കിയോണ്ടൊന്നും കോവിഡ് പകരില്ല. പക്ഷെ ഒരു കാരണവശാലും ജനലിലൂടെ പുറത്തേക്ക് തുപ്പാൻ പാടില്ല, അതൊരിക്കലും ചെയ്യരുത്. പക്ഷേ ജനലൊക്കെ തുറന്ന് നല്ല വായുസഞ്ചാരമുള്ള റൂമിലായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത്. ഇനി കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. പലർക്കും ഞാൻ പറഞ്ഞു, ഈ നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റിബയോട്ടിക് കിട്ടിയില്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണ്. 2 ദിവസം കൊണ്ട് മാറിയില്ലെങ്കിൽ അപ്പോൾ ആൻറ്റിബയോട്ടിക് വേണം. കഫക്കെട്ടിൻ്റെ മരുന്നെന്നാണ് പലരും പറയുന്നത്. ഈ കഫക്കെട്ടിൻ്റെ ഒരു മെഡിക്കൽ ടേം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താണ് കഫക്കെട്ട് എന്നുള്ളതൊരു കറക്റ്റായിട്ട് അറിയില്ല. കഫക്കെട്ട് എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കും, പനിയുണ്ടോ, ചുമയുണ്ടോ, ജലദോഷം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, പക്ഷെ കഫക്കെട്ടാണ്. അപ്പോൾ വാസ്തവത്തിൽ എന്താണ് കഫക്കെട്ട് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. ഈ കഫക്കെട്ടിനുള്ള മരുന്നാണ് ഈ ആൻറ്റിബയോട്ടിക്, അമോക്സിസിലിൻ എന്നുള്ളതൊരു ധാരണ പൊതുവെ ഈ ജനങ്ങളുടെ ഇടയിലുണ്ട്. ഇത് കഴിച്ചില്ലെങ്കിൽ അസുഖം മാറില്ല. പ്രത്യേകിച്ച് കുട്ടികൾക്കാണ് കേട്ടോ. അത് ഈ കോവിഡ് അല്ല, എന്ത് അസുഖം വന്നാലും കുട്ടികൾക്ക് സാധാരണ ഈ ജലദോഷപ്പനിയൊക്കെ വൈറസ് മൂലം ഉണ്ടാവുന്നതാണ്. അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാറും. പക്ഷെ അമ്മമാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് കുറച്ച് ടെൻഷൻ കൂടുതലായിരിക്കും കുട്ടികളുടെ കാര്യത്തിൽ. കാരണം ഇത് കൂടിയിട്ട് ന്യൂമോണിയ ആയിട്ട് മാറുമോ, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള ചിന്തയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഫസ്റ്റ് ദിവസം തന്നെ ആൻറ്റിബയോട്ടിക് കൊടുക്കുകയാണ്. ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് 2 ദിവസത്തിനുള്ളിൽ അസുഖം മാറും. പക്ഷെ അത് ആൻറ്റിബയോട്ടിക് കൊടുത്തുകൊണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ആ വൈറസ്, ഞാൻ പറഞ്ഞില്ലേ, വൈറസ് അസുഖങ്ങൾ സാധാരണഗതിയിൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ അത് കുറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷെ അവരുടെ ഒരു വിശ്വാസം ഈ കലക്കി കൊടുക്കുന്ന മരുന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ അസുഖം മാറില്ല എന്നാണ്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം. ഈ കോവിഡ് ഉണ്ടാക്കുന്നത് ഒരു വൈറസാണ്, കൊറോണ വൈറസാണ്. ഈ അമോക്സിലിൻ തുടങ്ങിയിട്ടുള്ള ആൻറ്റിബയോട്ടിക് ബാക്ടീരിയൽ അസുഖങ്ങൾക്കാണ്, ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖങ്ങൾക്കാണ് ഈ ആൻറ്റിബയോട്ടിക്. അപ്പോൾ ഇനി വൈറസ് ഉണ്ടാക്കുന്ന അസുഖത്തിനെതിരെ നമ്മൾ എന്തിനു ഈ ആൻറ്റിബയോട്ടിക്, ബാക്ടീരിയയ്ക്ക് കൊടുക്കുന്ന ഈ മരുന്ന് കൊടുക്കുന്നത്? ഷുഗറുള്ള ആൾക്ക് നമ്മൾ പ്രഷറിൻ്റെ മരുന്ന് കൊടുക്കുമോ? ഇല്ലല്ലോ. അങ്ങനെ എങ്ങാനും ഡോക്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡോക്ടർ വന്നിട്ട് അടിക്കും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ വൈറസ് ഉണ്ടാക്കുന്ന
അസുഖത്തിന് ബാക്ടീരിയക്ക് കൊടുക്കുന്ന മരുന്ന് എഴുതാൻ ഡോക്ടർ പ്രേരിപ്പിക്കുകയും ചെയ്യരുത്. ഡോക്ടറോട് പറയും ഇത് എഴുതിയില്ലെങ്കിൽ എനിക്ക് മാറില്ല, ഡോക്ടർ അത് എഴുതിയില്ലെങ്കിൽ 2 ദിവസം വന്ന് എഴുതിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു തെറ്റായ പ്രവണതയാണ്. കോവിഡിന് ഒരിക്കലും തുടക്കത്തിൽ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ട ആവശ്യമില്ല. അനാവശ്യമായി നമ്മൾ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുകയാണെങ്കിൽ ഭാവിയിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്, അതുണ്ടാവും. അതായത് ആൻറ്റിബയോട്ടിക്കിനോട് ശരീരം പ്രതികരിക്കാത്ത അവസ്ഥയാവും. ഇങ്ങനെ ആൻറ്റിബയോട്ടിക് അമോക്സിലിന് അനാവശ്യമായിട്ട് കൊടുക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ അമോക്സിലിനോടൊന്നും പ്രതികരിക്കില്ല. നമുക്ക് സീരിയസ് എന്തെങ്കിലും ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ട ഒരു അസുഖം വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. ഈ ഒരു മരുന്നൊന്നും കൊടുത്താൽ അത് ശരീരം പ്രതികരിക്കില്ല. വലിയ വലിയ മരുന്നുകൾ കൊടുക്കേണ്ടി വരും. അവസാനം ആ മരുന്നിനോടും റെസിസ്റ്റൻസ്, അതിനോടും പ്രതികരിക്കാത്തൊരവസ്ഥയാവും. അപ്പോൾ ദയവ് ചെയ്ത് ആൻറ്റിബയോട്ടിക് അനാവശ്യമായി കഴിക്കുന്നത് ഒഴിവാക്കുക. വെറുതെ ഫാർമസിയിൽ നിന്നൊക്കെ അത് ഡോക്ടറുടെ ഉപദേശപ്രകാരം അല്ലാതെ വാങ്ങിച്ചു കഴിക്കുന്നതും ഒഴിവാക്കുക. ഇനി ഒരു 5 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പനി നിൽക്കുന്നു, അല്ലെങ്കിൽ പനി കൂടി ബുദ്ധിമുട്ട് കൂടിയെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, രണ്ടാമത് ഇതിൻ്റെ കൂടെ ഈ വൈറസ് അസുഖത്തിൻ്റെ കൂടെ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനും കൂടി, ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷനും കൂടി വന്നു എന്ന് സംശയിച്ചിട്ട് വേണമെങ്കിൽ ആൻറ്റിബയോട്ടിക് തുടങ്ങാം. അതൊരു 5 ദിവസം കഴിഞ്ഞിട്ട്. പക്ഷെ തുടക്കത്തിൽ ഒരിക്കലും ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഷുഗറുള്ള ആൾക്ക് പ്രഷർ വന്നുകൂടായില്ലല്ലോ. പ്രഷർ വരികയാണെങ്കിൽ നമ്മൾ പ്രഷറിൻ്റെ മരുന്നും കൂടെ കൊടുക്കണം. പക്ഷേ ഷുഗർ മാത്രമുള്ളപ്പോൾ നമ്മൾ പ്രഷറിൻ്റെ മരുന്ന് അതിൻ്റെ കൂടെ കൊടുക്കണ്ടല്ലോ. അതുപോലെ തന്നെയാണ് കൊറോണയുടെ തുടക്കത്തിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും വിട്ടുമാറാത്ത പനിയുണ്ട്, ബുദ്ധിമുട്ട് കൂടുകയാണെങ്കിൽ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ സംശയിച്ചിട്ട് നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ ആവി പിടിക്കാൻ പറ്റുമോ, ആവി പിടിക്കണോ, അങ്ങനെയൊക്കെ കുറേ ഡൗട്ടുകളുണ്ട്. ആവി പിടിക്കണോണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു സിംറ്റം ഒന്നും ഇല്ലാത്തവർ വെറുതെ ആവി പിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചുമ, ശ്വാസം മുട്ട്, അങ്ങനെയൊക്കെ കുറേ ചെറിയ ചെറിയ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആവി പിടിക്കാം. എത്ര നേരം ആവി പിടിക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. 3-4 തവണ ആവി പിടിക്കാം. ആവി പിടിക്കണേൽ വിക്സ് ഇടണമെന്ന് കുറേ പേര് ചോദിച്ചു. ഒന്നും ഇടേണ്ട ആവശ്യമില്ല, സാധാ ചൂടുവെള്ളത്തിൽ നമുക്ക് ആവി പിടിക്കാം. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഉള്ളത് സാച്ചുറേഷൻ എങ്ങനെയാണ് നോക്കുക എന്ന് കുറേ പേര് ചോദിച്ചു. അപ്പോൾ പൾസ് ഓക്സിമീറ്റർ എന്നാണ് ആ ഉപകരണത്തിൻ്റെ പേര്. ഒരുവിധം എല്ലാവർക്കും അത് നോക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു, കാരണം യൂട്യൂബിലൊക്കെ അതിൻ്റെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് വെറുതെ ഒന്ന് അമർത്തിയിട്ട് ഏതെങ്കിലും വിരൽ കയറ്റി വെക്കുക. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 2 റീഡിങ് കാണിക്കും. അതിൽ ഒരെണ്ണം നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവാണ്, രണ്ടാമത്തേത് പൾസ് റേറ്റ്, ഹൃദയത്തിൻ്റെ മിടിപ്പിൻ്റെ അളവാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കൈയൊക്കെ നനഞ്ഞിരിക്കുമ്പോൾ ചിലപ്പോൾ റീഡിങ് കറക്റ്റായിട്ട് കിട്ടില്ല. നമ്മളെന്തെങ്കിലും പണിയെടുത്തിട്ട് അധ്വാനിച്ച് വന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് റീഡിങ് കിട്ടില്ല. അപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്തിട്ട് ഇരുന്നിട്ട് വേണം ഇതൊന്ന് വെച്ച് നോക്കാൻ. അങ്ങനെ നോക്കുമ്പോൾ ഓക്സിജൻ്റെ അളവ് 94 അതിൽ കൂടുതലോ, അതുപോലെ രണ്ടാമത് പൾസ് റേറ്റ് 60 മുതൽ 110 വരെ ഈ ഒരു റേഞ്ചിലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അധ്വാനിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ റേറ്റ് കൂടും, 110 മേലെ പോകും ഹാർട്ട് റേറ്റ്. അപ്പോൾ കറക്റ്റ് എപ്പോഴും റിലാക്സ് ചെയ്തിട്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് നോക്കേണ്ട ആവശ്യമില്ല, ദിവസം 2 നേരമൊക്കെ വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഓക്സിജൻ്റെ അളവ് 94 കൂടുതലോ, പൾസ് റേറ്റ് 60 മുതൽ 110 വരെയാണ് സാധാരണ ആളുടെ ഈ അളവ്. കുട്ടികളിലാണെങ്കിൽ കുറച്ചുകൂടെ പൾസ് റേറ്റൊക്കെ കൂടും, 110 കൂടുതലായിട്ട് പോകും, അത് നോർമലാണ്. അപ്പോൾ ഈ ഓക്സിജൻ്റെ അളവ് കൂട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും പ്രോണിങ് എന്ന് പറഞ്ഞാൽ, അതായത് കമഴ്ന്ന് കിടക്കുക. കമഴ്ന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടി കമഴ്ന്ന് കിടക്കുകയല്ല, റിലാക്സ് ചെയ്തിട്ട് കമഴ്ന്ന് കിടക്കുക. കമഴ്ന്ന് കിടക്കുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് തലവെച്ച് കിടക്കുക. നിങ്ങൾക്ക് തലയണ വെക്കാം മടിയിൽ, കഴുത്തിൻ്റെ ആ തലയുടെ താഴെ ഒരു തലയണ വെക്കുക, നെഞ്ചിൻ്റെ താഴെ ഒരു തലയണ വെക്കുക, പിന്നെ കാലിൻ്റെ താഴെ ഒരു തലയണ വെക്കുക. അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് കംഫർട്ടബിളായിട്ട് കിടക്കുക, ബുദ്ധിമുട്ടിയിട്ട് കിടക്കരുത്, സുഖമായിട്ട് കിടക്കുക. സാധാരണഗതിയിൽ പതുക്കെ ശ്വാസം വലിച്ചുവിടാം. ഒരു 30 മിനിറ്റ് മുതൽ 2 മണിക്കൂർ വരെ നമുക്ക് ഇങ്ങനെ കമഴ്ന്ന് കിടക്കാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേഗം പെട്ടെന്നത് നിർത്തി തിരിച്ച് കിടക്കേണ്ടതാണ്. ഇനി ആർക്കൊക്കെയാണ് ഈ പ്രോണിങ് ചെയ്യാൻ പാടില്ലാത്തത്? പ്രഗ്നൻ്റ് ആയ ആളുകൾ ഒരിക്കലും ചെയ്യരുത്, പൊണ്ണത്തടിയുള്ളവർ ചെയ്യരുത്, അതുപോലെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള, അതായത് തീരെ കൺട്രോൾ അല്ലാത്ത ഷുഗർ, പ്രഷർ, ഹാർട്ടിന് ബുദ്ധിമുട്ട് അങ്ങനെയുള്ളവർ ചെയ്യരുത്. പിന്നെ ഡീപ് വെയിൻ ത്രോംബോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, അതായത് ഈ കാലിലെ രക്തക്കുഴലിലൊക്കെ രക്തം കട്ട പിടിക്കുന്ന ഒരു അസുഖം, അങ്ങനെയുള്ള അസുഖമുള്ളവരും ചെയ്യരുത്. ബാക്കിയുള്ളവർക്കൊക്കെ ഇത് ചെയ്യാം. അത് പ്രോണിങ് ചെയ്യുമ്പോൾ കൂടുതൽ ശ്വാസകോശത്തിലേക്ക് ഓക്സിജൻ എത്തുകയും അങ്ങനെ ഓക്സിജൻ്റെ അളവ് കൂടുകയും ചെയ്യണം. പിന്നെ പിന്നുള്ള വേറൊരു രോഗലക്ഷണമാണ് വയറിളക്കം. വയറിളക്കം സാധാരണ ബാക്കി വയറിളക്കം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിനും ചെയ്യണം. അതായത്
വയറിളക്കോ ഛർദിയോ ഉണ്ടാകുമ്പോൾ എത്ര ഛർദിക്കുന്നു, എത്ര നമ്മുടെ ശരീരത്തിൽ പോകുന്നോ അതിൻ്റെ ഇരട്ടി നമ്മൾ വായിലൂടെ കഴിച്ചുകൊണ്ടിരിക്കണം. വെള്ളം പോലെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കണം. ORS ലായനി കിട്ടും ആരോഗ്യ പ്രവർത്തകരുടെ അടുത്തുനിന്ന്, അത് കറക്റ്റായിട്ട് കഴിക്കുക. പൊടിയിരിക്കഞ്ഞ് ഉപ്പിട്ട് കഴിക്കുക, കരിക്കും വെള്ളം കഴിക്കുക, മോരും വെള്ളം കഴിക്കാം. അതുപോലെ അരിഭക്ഷണം എല്ലാം കഴിക്കാം. ചോറ്, ഇഡ്ഡലി, ദോശ അങ്ങനെ ലൈറ്റായിട്ടുള്ള ഭക്ഷണം എല്ലാം കഴിക്കാം. പക്ഷെ എത്ര പോകുന്നതിൽ ഇരട്ടി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഒരു നിർജ്ജലീകരണം എന്ന് പറഞ്ഞാൽ, ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞ അവസ്ഥയിലെത്തിയാൽ അത് ഗുരുതരമായിട്ട് മാറാവുന്നതാണ്. എന്നിട്ടും മാറുന്നില്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതിനനുസരിച്ചിട്ടുള്ള ഗുളികകളും നമ്മൾ കഴിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അസുഖം വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി എത്ര ദിവസം ഹോം ഐസൊലേഷനിൽ ഇരിക്കണം എന്നുള്ളത്. അപ്പോൾ ഒരാൾ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ടോട്ടൽ 17 ദിവസം ഹോം ഐസൊലേഷനിൽ ഇരിക്കണം എന്നാണ് പറയുന്നത്. മുമ്പ് നമ്മൾ 10 ദിവസം കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു നെഗറ്റീവ് ആയോ എന്ന്. പക്ഷെ ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നില്ല. ടോട്ടൽ 17 ദിവസം നമ്മൾ ഇരിക്കുക. കാരണം ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കാരണം 10 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വൈറസ് ലോഡ് കുറവായിരിക്കും, ബാക്കിയുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യുന്ന ചാൻസ് കുറവായിരിക്കും. അപ്പോൾ 17 ദിവസം ടോട്ടൽ വീട്ടിലിരിക്കുക. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോകാം. ഇനി 17 ദിവസം കഴിഞ്ഞിട്ടും ചുമയും ഇതൊന്നും മാറുന്നില്ലെങ്കിൽ ഡോക്ടറെ വിവരം അറിയിക്കണം. പിന്നെ പ്രൈമറി കോണ്ടാക്ട്, അതായത് നെഗറ്റീവാണ് പക്ഷെ പ്രൈമറി കോണ്ടാക്ട്, അവരെത്ര ദിവസം ഇരിക്കണമെന്ന്. അവർ 14 ദിവസം ക്വാറന്റൈനിൽ ഇരിക്കണം. പിന്നെ ഒരു വലിയൊരു മണ്ടത്തരം കാണിക്കുന്നത് പ്രൈമറി കോണ്ടാക്റ്റ് ആണ്. ഒരാൾ പോസിറ്റീവായി വീട്ടിൽ, അപ്പോൾ വേറൊരാൾ അയാൾക്ക് അസുഖം കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് വേറൊരു വീട്ടിൽ പോയി നിൽക്കുക. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു അസുഖം നമ്മൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് എപ്പോഴാണെന്നുള്ളൊരു അറിവ് വേണം. ഒരാൾക്കൊരു പനി ഉണ്ടായി, കോവിഡ് പോസിറ്റീവ് പേഷ്യന് പനി ഉണ്ടായി. ആ പനി ഉണ്ടായതിന് ഫസ്റ്റ് രോഗലക്ഷണം ഉണ്ടായതിന് 5 ദിവസം മുന്നേ വരെ ഈ അസുഖം അയാൾ വേറൊരാൾക്ക് കൊടുക്കും. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരും. അപ്പോൾ 5 ദിവസം മുന്നേയും പിന്നെ ലക്ഷണം ഉണ്ടായിട്ട് ഒരാഴ്ച വരെ ഈ അസുഖം അയാൾ വേറൊരാൾക്ക് കൊടുക്കും. അപ്പോൾ വീട്ടിലൊരാൾ പോസിറ്റീവ് ആയ ബാക്കിയുള്ളവരൊക്കെ റിസ്ക് ആണ്. കാരണം അയാൾ പോസിറ്റീവ് ആവുന്നത് ലക്ഷണമാകുമ്പോഴാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ലക്ഷണം ഇല്ലാത്ത സമയത്തും അയാൾ 5 ദിവസം മുന്നേ വരെ അയാൾ വേറൊരാൾ ബാക്കിയുള്ളവർക്ക് അസുഖം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരാൾ, ഈ വീട് മാറി നിന്ന ആൾ, അയാൾ ചിലപ്പോൾ പോസിറ്റീവ് ആവാം. അപ്പോൾ അയാൾ എന്താ ചെയ്യുന്നത്? അയാൾ മാത്രമല്ല പോസിറ്റീവ് ആവുന്നത്, അയാൾ മാറി നിൽക്കുന്ന വീടുകളിലുള്ളവരൊക്കെ പോസിറ്റീവ് ആവും. ചിലപ്പോൾ ഇയാൾക്ക് വലിയ രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ അയാൾ മാറി നിൽക്കുന്ന വീട്ടിൽ വയസ്സായ ആളുകളോ കോമോർബിഡിറ്റി ഉള്ളവരോ ആണെങ്കിൽ അവർക്കത് സീരിയസ് ആയിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു കാരണവശാലും ഈ മണ്ടത്തരം കാണിക്കരുത്. ഇത് നിങ്ങൾക്ക് അസുഖം ഉണ്ടാക്കുന്ന മാത്രമല്ല ബാക്കിയുള്ളവരെ കൂടി വെറുതെ ഈ കൊറോണ അസുഖം ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. അപ്പോൾ അതൊരു കാരണവശാലും ചെയ്യരുത്. പിന്നെ ഈ കൊറോണ വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് കൊറോണ വരുമോ, അല്ലെങ്കിൽ എത്ര നാൾ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു 3 മാസം വരെ പ്രൊട്ടക്ഷൻ കിട്ടും എന്നാണ് പറയുന്നതെങ്കിലും ഇപ്പം നമ്മൾ കുറേ കേസ് കാണുന്നുണ്ട് 3 മാസം മുന്നേ തന്നെ രണ്ടാമതും കോവിഡ് വരുന്നത്. അപ്പോൾ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗം കോവിഡ് വന്നാലും വന്നില്ലെങ്കിലും വാക്സിനേഷൻ എടുത്താലും ഇല്ലെങ്കിലും SMS പാലിക്കുക, കറക്റ്റായിട്ട് മാസ്ക് വയ്ക്കുക, സാനിറ്റൈസ് ചെയ്യുക, സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിലൊരു വഴിയുള്ളൂ. പിന്നെ ഇനി 17 ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമ്മൾ റൂം നന്നായിട്ട് സാനിറ്റൈസ് ചെയ്യണം. നമ്മൾ ഉപയോഗിച്ച പ്രതലങ്ങളൊക്കെ സാനിറ്റൈസ് ചെയ്ത് വെക്കണം. റൂം നന്നായി ക്ലീൻ ചെയ്ത് ജനലൊക്കെ തുറന്നിട്ട് ഒരു 5 ദിവസം നമ്മളത് അങ്ങനെ ഉപയോഗിക്കാതെ വെക്കുക. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കോവിഡ് മാറിക്കഴിഞ്ഞിട്ടും കുറേ പേര് മരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അത് കുറേ കാരണങ്ങളുണ്ട്. ഒരു കാരണം പറയുന്നത് ഈ കോവിഡിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് രക്തക്കുഴലിൽ ഈ രക്തം കട്ട പിടിച്ചിട്ട് ക്ലോട്ടായിട്ട് അങ്ങനെ ബ്ലോക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. അത് ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാവും, തലച്ചോറിൽ ബ്ലോക്ക് ഉണ്ടാവും, പല സ്ഥലത്തും ബ്ലോക്ക് ഉണ്ടാവും. അങ്ങനെ ഹാർട്ട് അറ്റാക്കോ അങ്ങനെയൊക്കെ വന്ന് പെട്ടെന്ന് മരിക്കുന്നുണ്ട്. പിന്നെയുള്ളൊരു കാര്യം പറയുന്നത് പലപ്പോഴും വേറെ പല അസുഖങ്ങളും നമ്മൾ കണ്ടുപിടിക്കാത്ത പല അസുഖങ്ങളും അവർക്കുണ്ട്. ഷുഗർ, പ്രഷറൊക്കെ കണ്ടുപിടിക്കാത്ത അസുഖങ്ങൾ ഉള്ള കോവിഡ് രോഗികളുണ്ട്. അപ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻ മൂലം മരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രക്തം കട്ട പിടിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ചലിപ്പിക്കുക. ഭയങ്കര ഹെവി ആയിട്ടുള്ള എക്സസൈസ് ഒന്നും ചെയ്യണ്ട. മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ്, നമ്മുടെ എല്ലാ ജോയിൻറ്റുകളും ഒന്ന് നീക്കുക, തല ഒന്ന് അലക്കുക, ബാക്കി കൈകാലുകളൊന്ന് ചലിപ്പിക്കുക. കിടന്നിട്ടായാലും നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത്, ഒരു മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നത് വഴി ഇത്തരം കോംപ്ലിക്കേഷൻ ഒഴിവാക്കാമെന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉള്ളത് കുട്ടികളുടെ കാര്യമാണ്. കുട്ടികളിൽ വലിയ രീതിയിലുള്ള, സാധാരണ വലിയ ആളുകളിൽ കാണുന്ന പോലെ വലിയ രീതിയിലുള്ള സിവിയർ ആയിട്ടുള്ള ന്യൂമോണിയ ഒന്നും കാണുന്നില്ല.
പക്ഷേ ഇപ്പോൾ കുട്ടികളുടെ ഒരു പ്രശ്നം എന്നുള്ളത് കുട്ടികൾ വാക്സിനേറ്റഡ് അല്ല. ബാക്കി എല്ലാവരും വാക്സിനേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആവും, പക്ഷേ കുട്ടികൾക്ക് വാക്സിനേഷൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു റിസ്ക് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇനി വരാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ മാക്സിമം കുട്ടികൾക്ക് കൊറോണയെ പറ്റി ഒരുവിധം കുട്ടികൾക്കൊക്കെ അറിയാം. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് മാസ്ക് എങ്ങനെ ധരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക, മാസ്കിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുക. വീടിൻ്റെ പുറത്ത് ബാക്കി കുട്ടികളായിട്ട് കളിക്കാൻ വിടുന്നതൊക്കെ മാക്സിമം ഒഴിവാക്കുക, പുറത്ത് കൊണ്ടുപോകാതിരിക്കുക. പിന്നെ കൊറോണ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള മരുന്നുകൾ, എന്താണോ ബുദ്ധിമുട്ട് അതിനനുസരിച്ചിട്ടുള്ള മരുന്നുകൾ, പനിക്ക് പാരസിറ്റമോൾ, അങ്ങനെ അത്യാവശ്യം വേണ്ട മരുന്നുകളൊക്കെ കൊടുക്കാം. എന്തെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഡോക്ടറെ അറിയിക്കണം. പിന്നെ കൂടുതലായിട്ട് മെൻ്റൽ സപ്പോർട്ട് കൊടുക്കണം. കുട്ടികളൊരു വല്ലാത്തൊരു ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം പണ്ടൊക്കെ സ്കൂളിൽ പോകാൻ മടിയുള്ള കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അവർക്ക് പിന്നെ കൂടുതൽ മൊബൈൽ അഡിക്ഷൻ നന്നായിട്ട് വരുന്നുണ്ട്. കുട്ടികൾ കൂടുതൽ നേരം മൊബൈലും ടി വിയൊക്കെ കണ്ടിട്ട് കണ്ണിന് പ്രശ്നങ്ങളായിട്ട് കണ്ണ് ഡോക്ടറെ അടുത്ത് കുറേ പേര് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരമാവധി കുറയ്ക്കാം. കൂടുതൽ മൊബൈൽ കൊടുക്കുന്നത് മാക്സിമം കുറയ്ക്കാം. കൂടുതലും അവരുടെ കൂടെ കളിക്കുക, അവർക്ക് വേണ്ടിയിട്ട് ക്വാളിറ്റി ടൈം നീക്കി വയ്ക്കുക, അവരുടെ കൂടെ കളിക്കുക. അപ്പോൾ തന്നെ അവരുടെ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയും. അപ്പോൾ ഇത്രയൊക്കെയാണ് കുട്ടികളിൽ കോവിഡ് വന്നാൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മുലയൂട്ടാൻ പറ്റുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. മുലയൂട്ടുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അതായത് കോവിഡ് പോസിറ്റീവായ അമ്മ കുട്ടിക്ക് മുല കൊടുക്കാൻ പാടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. മുലപ്പാലിലൂടെ ഒരിക്കലും കോവിഡ് പകരില്ല. കോവിഡ് പകരുന്നത് ഈ ഒരു വഴി മാത്രമാണ്. അപ്പോൾ കറക്റ്റായിട്ട് മാസ്ക് ധരിച്ച് സാനിറ്റൈസ് ചെയ്തിട്ട് കുട്ടിക്ക് പാല് കൊടുക്കാം. കാരണം പാല് കൊടുക്കാതിരുന്നാലാണ് കുട്ടിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ പാലെന്തായാലും കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. കുട്ടിക്ക് കറക്റ്റായിട്ട് ഭക്ഷണം കൊടുക്കുക, വെള്ളം ധാരാളം കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് കോവിഡിനെ പറ്റി പറയാനുള്ളത്. വേറൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു വർഷക്കാലമായിട്ട് നമ്മളെല്ലാവരും, സാധാരണ ജനങ്ങളും ആരോഗ്യ പ്രവർത്തകരും ഗവൺമെൻറ്റും എല്ലാവരും ഈ കോവിഡിന് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ അവസരം മുതലെടുത്തിട്ട് വേറെ കുറേ വില്ലൻ അസുഖങ്ങൾ തലപൊക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഡെങ്കിപ്പനികൾ വ്യാപകമായിട്ട് കോഴിക്കോട് കണ്ടുവരുന്നുണ്ട്. ഡെങ്കിപ്പനിയും കോവിഡും ഒരുമിച്ച് വരുന്ന രോഗികളുണ്ട്. അതുപോലെ മഞ്ഞപ്പിത്തം വരുന്നുണ്ട്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് കൊതുകുജന്യ രോഗങ്ങളും ജലജന്യ രോഗങ്ങളൊക്കെ എല്ലാം തലപൊക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലും കുറച്ചുകൂടെ ജാഗ്രത വേണം. നമ്മൾ വെള്ളം കെട്ടി നിൽക്കുന്നത്, വീടിൻ്റെ ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക തന്നെ വേണം. വീടിൻ്റെ ചുറ്റും പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കണം. വേസ്റ്റ് അനാവശ്യമായിട്ട് വലിച്ചെറിയരുത്. വീടിനകത്തും നമ്മൾ വൃത്തിയായിട്ടിരിക്കണം. ഒരു കോവിഡ് പേഷ്യൻ്റ് ചോദിച്ചതാണ്, 17 ദിവസം കഴിഞ്ഞു, അസുഖമൊക്കെ മാറി, ഇനി കുളിക്കാൻ പറ്റുമെന്ന്. അപ്പം ഇത്രയും ദിവസം 17 ദിവസം അവർ കുളിച്ചിട്ടില്ല എന്നാലോചിച്ചിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി സത്യം പറഞ്ഞാൽ. എല്ലാ ദിവസവും കുളിക്കാം. ഇതൊരു തെറ്റായ ധാരണയാണ്. എന്തെങ്കിലും അസുഖം വന്നാൽ കുളിക്കാൻ പാടില്ല എന്നുള്ളത്. അത് ആരുണ്ടാക്കിയതാണോ എന്നറിയില്ല. അസുഖം വന്നാൽ നമ്മൾ ക്ലീൻ ആയിട്ടിരിക്കണം. കുളിക്കണോണ്ട് ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ വ്യക്തി ശുചിത്വം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, വെച്ച ഭക്ഷണം മാത്രം കഴിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റ് പോയതിന് ശേഷം നന്നായി സോപ്പിട്ട് കൈ കഴുകുക. അങ്ങനെ ഇത്രയും കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് പോവുകയാണെങ്കിൽ കോവിഡിനെതിരെയും അതുപോലെ ബാക്കി അസുഖങ്ങൾക്കെതിരെയും നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. കാരണം വലിയ പ്രളയവും നിപ്പയും ഒക്കെ അതിജീവിച്ച ഒരു നാടാണ് കേരളം. അപ്പോൾ ഇതും നമ്മൾ അതിജീവിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.